ഹായ് എവരി വൺ. ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോസ് ചെയ്യുന്നത് കുറച്ച് തിരക്കാണ്, അതുകൊണ്ടാണ് എല്ലാം കൂടി ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് തേർഡ് പാർട്ടീനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ കുറച്ച് ദിവസമായി വരുന്നു. ശരിക്കും തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി റോൾ ഇൻ ട്വിൻ ഫ്ലെയിം ജേർണി ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. തേർഡ് പാർട്ടിയുടെ റോൾസ് പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർ പഴയ വീഡിയോസ് കാണാനൊക്കെ പോകാൻ മടിയാണ്. അപ്പോൾ അതാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. തേർഡ് പാർട്ടി ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ റിയൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ ഓക്കെ, ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ഭയങ്കരമായിട്ട് അവരോട് ഒരു പെയിൻ അല്ലെങ്കിൽ ദേഷ്യത്തിനെ കൂടുതൽ, എന്നാലും എൻ്റെ പാർട്ട്ണറെ കൊണ്ടുപോയല്ലോ, എൻ്റെ പേഴ്സണെ കൊണ്ടുപോയല്ലോ എന്നുള്ളൊരു വിഷാദം ഉണ്ടായിരിക്കും. വിഷാദം എന്നാണോ പറയുക, ഒരു പരിഭവം എന്ന് ഉണ്ടായിരിക്കും. പക്ഷെ വെറുപ്പും ദേഷ്യവും ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബീയിങ് എ ഡിവൈൻ ഫെമിനിൻ, ബിക്കോസ് ഡിസ്റ്റോർട്ടഡ് എനർജി ആണെങ്കിലും ഒരു ഡിവൈൻ ഫെമിനിൻ ആണല്ലോ. ഡിവൈൻ ഫെമിനിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിവൈനാണ്. ഡിവൈൻ്റെ ഒരു വേറെ രൂപമാണ് മനുഷ്യ രൂപത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ അത്രയും ബ്ലെസ്ഡ് ആണ് ഈ ജേർണിയിലാണെങ്കിൽ. അപ്പോൾ നമ്മുടെ തേർഡ് പാർട്ടി ശരിക്കും നമ്മൾ ഡി എമ്മിനെ കൊണ്ടുപോകുന്നത് എന്തിനാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുക. അവർ അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഡി എം ശരിക്കും ഡിസ്റ്റോർട്ടഡ് എനർജിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ട്വിൻ ഫ്ലെയിം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല അവരുടെ ക്യാരക്ടർ. അവർ ഭയങ്കര സൊസൈറ്റി കോൺഷ്യസ് ആയിരിക്കും, ലോജിക്കൽ സൈഡായിരിക്കും കൂടുതലും. എൻ്റെ ഡി എം ഒക്കെ കുറച്ച് മാസ്കുലിൻ സൈഡ്, ഒരു ഡിസ്റ്റോർട്ടഡ് മാസ്കുലിൻ സൈഡ് കുറച്ച് കൂടുതലായിരുന്നു. ഭയങ്കര സൊസൈറ്റി കോൺഷ്യസ് ആണ്. ഞാൻ ഡാൻസൊക്കെ ചെയ്യുന്ന പേഴ്സണാണ്. ഞാനിങ്ങനെ ഉക്രൈനിലൊക്കെ പഠിക്കുന്ന സമയം ഡാൻസിൻ്റെ പ്രോഗ്രാംസൊന്നും എന്നെ പങ്കെടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് കാരണം സൊസൈറ്റി കോൺഷ്യസ്നെസ് ആയിരുന്നു. കാരണം അവിടെ അവർ ചിന്തിക്കുന്നത് നമ്മളുടെ മേൽ വേറെ എനർജി വരുമോ, നമ്മൾക്ക് അവിടെ പുറത്താണ്. അപ്പോൾ എന്തെങ്കിലും ക്രഷോ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരൊക്കെ ഫോളോ ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നും ഫ്യൂച്ചറിലെ ചിന്തിച്ചിട്ടാണ് ഇവിടെ ഡാൻസ് ചെയ്യാൻ സമ്മതിക്കാതായത്. പക്ഷെ ഞാനും ഡാൻസറാണ് പേഴ്സണലി. ഞാൻ ഒരുപാട് സ്കൂളിൽ സഹോദയ കോമ്പറ്റീഷൻസൊക്കെ പോയിട്ട് എല്ലാം ചെയ്യും. ചെറുതിൽ 3 വയസ്സ് തൊട്ടിട്ട് സ്വന്തമായിട്ട് കോറിയോഗ്രാഫി ചെയ്യാൻ. അങ്ങനെ അതിൻ്റെ ഫാദറിൻ്റെ ഹെൽപ്പാണ് കേട്ടോ. ഫാദറിനെ പല സ്റ്റേജിൽ കൊണ്ട് നിർത്തും. പണ്ടൊക്കെ ഞങ്ങളുടെ പൂരങ്ങളിൽ ഞാൻ ഡാൻസ് ചെയ്യാം. അത് കാരണം കുറേ അമ്മമാരുണ്ടായിരിക്കും, നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്യും. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോഴും ചോദിക്കും, ഡാൻസ് കണ്ട് ഞാൻ ചോദിക്കും, ഡാൻസ് നിർത്തിയിട്ടില്ല, ഡാൻസ് നിർത്തരുതട്ടോ. എന്തായിരുന്നു അന്ന് വാട്സപ്പില്ല, അങ്ങ് സ്പ്രെഡ്. അന്നൊക്കെ വാട്സപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എന്നെ പൊക്കി പറയുന്നല്ല കേട്ടോ. ഇപ്പോഴും കൂടിയും ഞാൻ ഇന്നലെ പൂരത്തിന് പോയപ്പോൾ ചോദിക്കുന്നുണ്ട് ഡാൻസിൻ്റെ കാര്യമൊക്കെ. അത് ഞാൻ ഓർത്ത് പറയുന്നത്. അപ്പോൾ അത്ര ഡാൻസറായിരുന്ന ഞാൻ അവിടെ പുറത്ത് പഠിക്കാൻ പോയപ്പോൾ എൻ്റെ ഡി എം സമ്മതിച്ചിട്ടില്ല പല പ്രോഗ്രാംസും ചെയ്യാൻ. കാരണം അവർ പറയുന്നത് അവർ ഒരു ആണുങ്ങൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡാൻസൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയോട് ഭയങ്കര അട്രാക്ഷൻ തോന്നില്ലെങ്കിൽ വേറെ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പുറത്ത് പഠിക്കുമ്പോൾ ഇവരൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മുന്നേ തന്നെ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിസ്റ്റോർട്ടഡ് എനർജീസ് ഉണ്ടായിരുന്നു എൻ്റെ മാസ്കുലിനും. ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് ഇതിങ്ങനെ ജീവിച്ചു പോകാൻ ഇങ്ങനത്തെ എനർജിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമ്മളെ ഭയങ്കര കൺട്രോളിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര മാനിപ്പുലേറ്റിംഗ് എന്നല്ല, അവർ നമ്മളെ ഓവർലി പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓവർ പ്രൊട്ടക്ഷൻ ആയിരുന്നു, ഓവർ സ്നേഹത്തിൻ്റെ ഇതാണ്. അപ്പോൾ ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടും അതിൽ ചെറിയ അടികളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ എനർജി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു, ഇങ്ങനത്തെ ഒരു എനർജി ആയിട്ട് ലൈഫ് ലോങ് പോകുമ്പോൾ അത് എപ്പോഴും നല്ല രീതിയിൽ പോവില്ല. അവിടെ പ്രശ്നങ്ങളുണ്ടായിരിക്കും, സെപ്പറേഷൻസ് വരും, കുഞ്ഞി ഫൈറ്റ് വലിയ ഫൈറ്റ് ആവും. സോ ഈ തേർഡ് പാർട്ടി വന്ന് ഇവരെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ സെപ്പറേഷൻ ആകുന്നു, തേർഡ് പാർട്ടിയിലേക്ക് ഇവർ പോകുമ്പോൾ ശരിക്കും തേർഡ് പാർട്ടി നമ്മുടെ ഡി എമ്മിനെ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അവരുടെ ഡിവൈൻ മാസ്കുലിനിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോകുന്നു. സോൾ ലെവലിൽ നോക്കുമ്പോൾ, അല്ലാതെ 3Dയിൽ നോക്കുമ്പോൾ അവർ വന്ന് കൊണ്ടുപോയി എൻ്റെ പേഴ്സൺ തട്ടിയെടുത്തു എന്നൊക്കെ നമുക്ക് തോന്നും. ഈ തട്ടിയെടുക്കുന്നത് അവർ പോളിഷ് ചെയ്യാൻ. അവരിപ്പോൾ ഒരു ഡയമണ്ടാണ് ശരിക്കും ഡിവൈൻ മാസ്കുലിൻ. പക്ഷെ അവർ പുറത്തെ കറകൾ ചുറ്റിപ്പറ്റി ഇലകളൊക്കെ കൊട്ടി അങ്ങനെ അവരുടെ ഡയമണ്ട് എനർജി അവർക്ക് തന്നെ മനസ്സിലാകാതെ കറകൾ കൊണ്ട് നിറഞ്ഞ് നിൽക്കും. അപ്പോൾ ഈ ഡിവൈൻ മാസ്കുലിനെ ഡിവൈനിലേക്ക് എത്തിക്കാൻ തേർഡ് പാർട്ടി എങ്ങനെ ഹെൽപ്പ് ചെയ്യുക. അവരോരോ ട്രിഗേഴ്സ് വരുമ്പോൾ ഇവരുടെ ഓരോ കറകൾ മെല്ലെ മെല്ലെ പൊട്ടി പോയിട്ട് അവർക്ക് റിയൽ ഡയമണ്ട് ആണെന്ന് അവർക്ക് റിയലൈസ്ഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ശരിക്കും തേർഡ് പാർട്ടിയുടെ റോള്. എത്ര പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഹീൽഡായ ഡിവൈൻ ഫെമിനിൻസിന് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഒരു സോൾ പർപ്പസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള
ഡിവൈൻ ഫാമിലിന് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ പോലും. അല്ലാത്തവർക്ക് എൻ്റെ തേർഡ് പാർട്ടിയോട് ഭയങ്കര വൈരാഗ്യമൊക്കെയാണ്. ചില പേര് റീഡിങ്സ് എടുക്കാൻ വരുമ്പോൾ എൻ്റെ തേർഡ് പാർട്ടി കൊണ്ട് ഒരു സമാധാനമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ പറ്റും എൻ്റെ പേഴ്സൺ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ അതിലേക്ക് ഓവറിലായിട്ട് ഫോക്കസ് ചെയ്താൽ ഈ ജന്മത്ത് വരില്ല, നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്താൽ മാത്രമാണ് വരിക. അപ്പോൾ ഇതിൽ തേർഡ് പാർട്ടി വരുന്നത് നമ്മൾ ഡിവൈൻ മാസ്കുലിനെ ഓവറായിട്ട് സ്നേഹിക്കുമ്പോഴും ഓവറായിട്ട് കെയർ ചെയ്യുമ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. അതാണ് തേർഡ് പാർട്ടി വരുന്ന ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ കാര്യം തേർഡ് പാർട്ടി വരുന്നത്, എനിക്ക് എൻ്റെ പേഴ്സണൽ ജേർണി എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഫിസിക്കൽ യൂണിയൻ ആയിട്ടില്ല എൻ്റെ ഡിവൈനും ആയിട്ട്, പക്ഷേ മാസ്കുലിനായിട്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ആ ഒരു യൂണിയൻ എനർജി ഉണ്ട്, മനസ്സിലായോ? ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു എനർജിയാണ്, കണ്ടൻ്റാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാനൊരു ഓവർ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു അവൻ്റെ മേലിൽ, അപ്പോൾ അതിൽ നിന്ന് എന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന്. രണ്ടാമത്തത്, തേർഡ് പാർട്ടി വരുന്നത് അവരെ പ്രിപ്പയർ ചെയ്യണം. നമ്മളിപ്പോൾ സ്റ്റേജിലൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉടുപ്പൊക്കെ ഇട്ട് നല്ല എത്ര ഭംഗിയിലാക്കില്ലേ, അതുപോലെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യമൊക്കെ എനിക്കും വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു, എന്താണ് ഇങ്ങനെ. ബിക്കോസ് എൻ്റെ DMൻ്റെ തേർഡ് പാർട്ടിക്ക് എന്നെ അറിയാം, എനിക്ക് അവരും അറിയാം, ഞങ്ങൾ തമ്മിൽ കോൺടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോയത്. അപ്പോൾ ഞാൻ ചിന്തിക്കും, അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അവരങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത്, പിന്നെ ഈ ജേർണിയിൽ വന്നപ്പോൾ അവരെ പ്രിപ്പയർ ചെയ്യണം, ഓരോ പ്രാവശ്യം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അത് എനിക്ക് മനസ്സിലാവും. എൻ്റെ DM ഓരോ സമയം എന്നായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വരുമ്പോൾ എന്ത് ചേഞ്ചസാണ് വരുന്നത്. പഴയ ഈഗോ ഒന്ന് കുറഞ്ഞേക്കുകയാണ്, ഒരുപാട് കുറഞ്ഞു, ഒരുപാട് മാറ്റമാണ് അവർക്ക് വരുന്നത്. ഒരു സമയത്ത് എന്നോട് പറഞ്ഞു, എന്നൊന്ന് നന്നാക്കി തരും. നിങ്ങൾക്കറിയുമോ, എൻ്റെ DM എൻ്റെ അടുത്ത് ടാരോ റീഡിംഗ് ഒക്കെ എടുക്കും. ഞാനെനിക്ക് ചിന്തിക്കും, മീൻസ് ആൾ വേറെ മാരീഡ് ആണല്ലോ. അപ്പോൾ ഞാൻ ചിന്തിക്കും, എൻ്റെ അടുത്ത് ടാരോ റീഡിങ് എടുക്കും, ഗൈഡൻസസ് എടുക്കും, അവൻ്റെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ട് എടുക്കുക. ഈവൻ സ്റ്റിൽ ഹീസ് മാരീഡ്. ദാറ്റ് വിച്ച് മീൻസ് അവനറിയാം എന്നെ ട്രസ്റ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും അവൻ്റെ നല്ലതേ ആഗ്രഹിക്കും, നല്ലത് ഞാൻ ചെയ്യും. ബാക്കി കൂടെ നിൽക്കുന്ന എല്ലാവരുടെ ഫേസസ് ഹീ നോ വെൽ. കാരണം അവർക്ക് കണ്ടീഷൻ സ്നേഹമെന്ന് അവനറിയാം, പക്ഷെ അവൻ്റേതായിട്ടുള്ള കുറച്ചുകൂടി ഹീലിംഗ് ആവശ്യമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറയുന്ന തേർഡ് പാർട്ടി റോൾ എന്ന് പറയുന്നത്, അവന് അല്ലെങ്കിൽ നിങ്ങളുടെ DMനെ ഒരുപാട് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ തേർഡ് പാർട്ടി. അപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടീനോട് നന്ദി പറയുക ചെയ്യുക. ഞാൻ എപ്പോഴും നന്ദി പറയും, താങ്ക് യു സോ മച്ച്. ഞാൻ ചില സമയത്ത് എൻ്റെ ഫോണിൽ തേർഡ് പാർട്ടിയുടെ ഫോട്ടോസും അല്ലെങ്കിൽ ഇവരുടെ ഫോട്ടോസൊക്കെ എൻ്റെ മെമ്മറീസിൽ വരും, നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയും. കാരണം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് എൻ്റെ DMന്, അത് എനിക്ക് മനസ്സിലാവാറുണ്ട്. ഹിസ് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു ഫാമിലി മെമ്പേഴ്സ് ആൻഡ് പാർട്ട്ണറും ആണ് അവരെ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഹിസ് കാർമിക് ജോബ് ഒരുപാട് ഇങ്ങനെ പുഷ് ആൻഡ് പുള്ള് ചെയ്യുന്നുണ്ട്, അവരെ ഒരുപാട് മെരിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവാറുണ്ട് കേട്ടോ. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ DMൻ്റെ ഓരോ പ്രാവശ്യത്തെ കോൺടാക്റ്റ് വരുമ്പോൾ ആ ഒരു ചേഞ്ചസ് മനസ്സിലാവും. കാരണം എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻറ്റ്യൂട്ടീവ്ലി, ടെലിപ്പതിക്കലി ഒരുപാട് ചേഞ്ചസ് വരുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയോട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും കാണുന്ന വ്യൂവേഴ്സിനോട് പറയുകയാണ്, നിങ്ങൾ അവരോട് നെഗറ്റീവായിട്ടുള്ള കർമ്മ കൊടുക്കല്ലേ. നമ്മൾ അവരിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ ഫോട്ടോസ് ആദ്യം ഞാനും സ്റ്റോക്ക് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു സ്റ്റോക്കിംഗ് സംഭവം, കാരണം എന്തിനാണ് നമ്മൾ നോക്കിയാലും ഇല്ലെങ്കിലും അവിടെ നല്ല രീതിയിലുള്ള ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ അറിയേണ്ട കാര്യം, അത് എന്നിലേക്ക് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ ആരോടും ചോദിക്കാറില്ല, ഞാൻ അന്വേഷിക്കാനേ പോകാറില്ല. പക്ഷേ യൂണിവേഴ്സ് ഞാൻ അറിയേണ്ട കാര്യങ്ങൾ ഡ്രീംസിലൂടെ അല്ലെങ്കിൽ ആ സമയത്ത് ഏതെങ്കിലും വ്യക്തികൾ വഴി എന്നിലേക്ക് വന്നത് പറഞ്ഞു തരും. ഞാൻ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമല്ല, അതാണ് പറയുന്നത്. നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങൾ ഡിവൈൻ അത് എത്തിച്ചു തരും. അതുകൊണ്ട് ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുക. പേഷ്യൻസ്. ചിലവരുണ്ട് എൻ്റെ DMs എന്താ നടക്കുന്നത് എനിക്കറിയാൻ കൊതിയായിട്ട് വയ്യ, അല്ലെങ്കിൽ തീവ്രതയോടെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അത് ശരിക്കും അങ്ങനത്തെ എനർജി കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും, ഇവർ ശരിക്കും ട്വിൻ ഫ്ലെയിം ജേർണിയിലാണോ. ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും എത്ര ഇനിയിപ്പോൾ മരണപ്പെട്ടു പോയാൽ പോലും ആ ഒരു ബോണ്ട് അവിടെ ഉണ്ടായിരിക്കും. ആ ഒരു ബോണ്ടിനെ വേറൊരാൾക്കും വന്നിട്ട് കൂട്ടിമുട്ടിക്കാൻ സാധിക്കില്ല. ലൈക്ക് ഒരു ആപ്പിളും ഓറഞ്ച് എടുത്താൽ പറയുന്ന എക്സാമ്പിളാണ്. ആപ്പിൾ മുറിച്ച് കഴിഞ്ഞാൽ 2 ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആപ്പിളിൻ്റെ ഒരു ഹാഫും ഓറഞ്ചിൻ്റെ ഹാഫും കൂടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്ര നിങ്ങൾ ഏച്ച് നോക്കിയാലും അവിടെ ഡിഫറൻസസ് ഉണ്ട്. ആപ്പിളിൻ്റെ ഹാഫ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും, ഓറഞ്ചിൻ്റെ ഹാഫേ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അത് ഇങ്ങനെയൊക്കെ നോക്കിയാൽ നടക്കില്ല. ഓറഞ്ചും ആപ്പിളും ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെയാണ്
ട്വിൻ ഫ്ലെയിമിൻ്റെ ഹാഫും കൂടി ചേർന്നാൽ മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. ഓക്കെ, അവിടെ വേറെ തേർഡ് പേഴ്സൺ വന്നാൽ പോലും അവിടെ എനർജീസ് ക്ലാഷസ് അവർ നമുക്ക് കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ഫോട്ടോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബാക്കിൽ പെയിനെ ഹൈഡ് ചെയ്യുന്നതാണ് അവർ ആ ഫോട്ടോസാക്കി ഇടുന്നത്. ദ കേസ് ഓഫ് ട്വിൻ ഫ്ലെയിം ജേർണി കേട്ടോ. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, പിന്നെ തേർഡ് പാർട്ടി മസ്റ്റായിട്ടുണ്ടായിരിക്കും. ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ പെട്ടെന്ന് ആദ്യം എനിക്കും മനസ്സിലായിട്ടില്ല, സെപ്പറേഷൻ കഴിഞ്ഞ ഉടനെ വേഗം തന്നെ തേർഡ് പാർട്ടി എൻകൗണ്ടർ വന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിലേക്ക് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഹീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ തേർഡ് പാർട്ടി വന്ന് മാരീഡ് ആയി പോയത് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായത് ട്വിൻ ഫ്ലെയിം ജേർണി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ DF അല്ലെങ്കിൽ DM എന്തായാലും ഉണ്ടായിരിക്കും. DMന് അത്ര കർമ്മയാണുള്ളത്. കർമ്മ റിലീസ് ചെയ്യണമെങ്കിലും നിങ്ങളുടെ DMനെ നല്ലൊരു ഡിവൈൻ മാസ്കുലിനിലേക്ക് ആക്കിയിട്ടാണ് പിന്നെ തേർഡ് പാർട്ടി നമ്മളിലേക്ക് തന്നിട്ട് അവർ പോവുക. അത് ഓരോരുത്തരുടെ കേസാണ്. ചിലവർക്ക് മാരേജിൻ്റെ ആയിരിക്കാം, ചിലവർക്ക് അത് നമ്മുടെ കോൺട്രാക്റ്റ് എഴുതിയ പോലെയാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എല്ലാവരും യൂണിയനിലേക്ക് എത്തും. യൂണിയൻ ഉണ്ടായിരിക്കും, മാരേജ് എത്തുമെന്നാണ് എനിക്കൊരു മനസ്സിലായത് കോൺസെപ്റ്റ് കേട്ടോ. കാരണം ട്വിൻ ഫ്ലെയിം ആണെന്ന് അറിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ തേർഡ് പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിലേക്ക് വരും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. ബാക്കി സ്റ്റോറീസ് നമുക്ക് നോക്കാം. അപ്പോൾ തേർഡ് പാർട്ടി എപ്പോഴും നിങ്ങളെ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യുകയാണ്. അവരെ ട്രിഗർ തരുമ്പോൾ നിങ്ങളുള്ളിൽ ട്രിഗേഴ്സ് പുറത്തേക്ക് വരുന്നു. നിങ്ങളുടെ ഈ എൻവി അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ കുശുമ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക. അതൊന്നും സോളിന് ആവശ്യമില്ല. സോൾ എപ്പോഴും പ്യുവർ ആയിട്ടുള്ള ക്രിസ്റ്റലായിട്ട് ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് നിങ്ങളുടെ ഗോൾഡൻ ലൈറ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഇത്, മനസ്സിലായോ? അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടി റോൾ. ഇപ്പോൾ തേർഡ് പാർട്ടി വരുന്നത് നിങ്ങളെ ഹീൽ ചെയ്യാനും അവരെ ഹീൽ ചെയ്യാൻ, അവരെ നല്ല കുട്ടിയായിട്ടാണ് നിങ്ങളിലേക്ക് കൊണ്ടുതരിക അവർ. അപ്പോൾ നിങ്ങൾ എന്നും തേർഡ് പാർട്ടീനെ ഓർക്കുമ്പോൾ താങ്ക് യു എൻ്റെ DMന് ഒരുപാട് ചേഞ്ചസ് കൊടുക്കുന്നതിനും ട്രിഗേഴ്സ് കൊടുക്കുന്നതിനും ഒരുപാട് നന്ദി. അവരെ ഫാമിലി മെമ്പേഴ്സിനോടും ദേഷ്യമൊന്നും കാണിക്കേണ്ട. ചിലർ പറയണത് ഇൻലോസൊക്കെ വളരെ ഇതാണെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ നമ്മുടെ സോൾ കോൺട്രാക്റ്റ് ആണ്. ഒരുപാട് നന്ദി പറയുക. നിങ്ങൾ TF ജേർണിയിൽ ആരൊക്കെയാണോ സെപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് അവരോടൊക്കെ നന്ദി പറയുക. കാരണം അവർ നിങ്ങളെയും നിങ്ങളുടെ DMനും ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്തതാണ്. അത് അവരുടെ സോളിനറിയാം, ശരീരത്തിന് അറിയില്ല, മനസ്സിലായോ? അപ്പോൾ നമുക്കതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഫോർഗിവ്നെസ് ചെയ്യുക. താങ്ക് യു പറയുക. ഒപ്പം അവരുടെ ടെക്നിക്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. തേർഡ് പാർട്ടിയിലേക്കും നിങ്ങളുടെ DMൻ്റെ ലൈഫിലേക്കും പോയിട്ട് ചുഴഞ്ഞ് നോക്കാതിരിക്കുക. അവരെ ഫ്രീ ആക്കി വിടുക. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ലേൺ ചെയ്യാനും. ലെറ്റ് ദം ലേൺ. നമ്മുടെ ലൈഫിൽ ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ. ഞാനും ഇപ്പോൾ ഓരോ കോഴ്സസ് പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ആകാശ റെക്കോർഡ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഹീൽ ചെയ്ത് വരികയാണ്. അപ്പോൾ എൻ്റെ സോള് കൂടുതലായിട്ട് ഇങ്ങനെ ആ ഒരു ആനന്ദം അല്ലെങ്കിൽ അത് ഇന്നർ പീസ് എന്താ പറയുക അനുഭവിക്കാൻ സാധിക്കുന്നത്, മനസ്സിലാവും. നമ്മളിങ്ങനെ ലൈഫ് ലോങ് ഓരോ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മളിങ്ങനെ പോകും. ഈ നടക്കേണ്ട ഈ ട്വിൻ ഫ്ലെയിം ജേർണി ഡിവൈനാണ് ഓർക്കസ്ട്ര ചെയ്യുന്നത്. അപ്പോൾ ഡിവൈൻ അതിൻ്റെ സമയത്ത് എത്തിച്ചോളും, നടത്തിക്കോളും. അതിലെന്താവും ഇനി നാളത്തെ കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കുക. ഇന്നത്തെ മൊമെൻറ്റിൽ എല്ലാവരും കോൺസെൻട്രേറ്റ്. എനിക്ക് ദയവ് ചെയ്ത് പറയാനുണ്ട്. പിന്നെ ഒരു കാര്യമാണ് പിന്നെയും എടുത്ത് പറയുകയാണ്, ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചേച്ചി ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണിയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കും. പ്രത്യേകിച്ച് ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങും നടക്കുന്നില്ല, ഒരു സൈക്കിക് എബിലിറ്റീസും ഇല്ല, കുണ്ടലിനി അവേക്കണിങ്ങും ഇല്ല, ഒന്നുമില്ല, ഫ്രണ്ട്സ് പോലെയെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എന്ത് ട്വിൻ ഫ്ലെയിം ജേർണിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അല്ലാതെ പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അയ്യോ ശ്രീക്ക് അറിയില്ലേ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുമ്പോൾ അങ്ങനെ സംഭവമല്ല, ഞാൻ സ്പിരിച്വാലിറ്റിയുടെ ഉച്ചത്തിൽ നിൽക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ എന്നാൽ ലൈഫിൽ ഫുൾ ബ്ലോക്ക്സ്. ഉച്ചത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ലൈഫിൽ വരിക. അപ്പോൾ നിങ്ങൾ എന്നെ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചിലവർ വിശ്വസിക്കില്ല, സമ്മതിച്ച് തരും. ഞാൻ ആ ജോലി തന്നെയാണെന്ന് പറയും. പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും നിങ്ങളിപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടാണ് ട്വിൻ ഫ്ലെയിം ആണെന്ന് കരുതുന്നത്. ട്വിൻ ഫ്ലെയിം എന്നൊരു തീയാണ് മക്കളെ. ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക പെയിനാണ്. നമ്മളെ ഉയർത്തും, ഒരുപാട് ചേഞ്ചസ് നമുക്ക് വരും, അതിൽ കുറേ എബിലിറ്റീസ് കിട്ടും, സോൾ പർപ്പസ്, ഇങ്ങനെ ഒരുപാട് ഡിവൈൻ എനർജിയാണ്, മനസ്സിലായോ? അല്ലാതെ സാധാരണ ഒരു റിലേഷൻഷിപ്പോ ചിലർ പറയുന്നത് എനിക്ക് ട്വിൻ ഫ്ലെയിമിൻ്റെ ഫ്രണ്ട്സാക്കി കണ്ടാൽ മതി, കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല, എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞ പ്രശ്നമാണ്, ഹസ്ബൻഡ് അറിയാതെ ഹീലിങ്സ് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയൊക്കെ ഒളിച്ചും ഭാഗത്തൊക്കെ വന്ന ഒരുപാട് പേര് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് ശരിക്കും മനസ്സിലാവും. അവർ സാധാരണ ഒരു പേഴ്സൺ എങ്ങനെയൊക്കെയോ ഈ ഒരു വീഡിയോ കാണുന്നു, അത് അവർക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മേ ബി അവർക്ക് എന്തെങ്കിലും വലിയതായിട്ട് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് വരാൻ പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇടികൾ വരാൻ പോകുന്നുണ്ടെങ്കിൽ മുന്നത്തെ ചാനൽസിലേക്ക് എത്തിക്കുന്നത് നിങ്ങളോടൊന്ന് ഹീൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റൂട്ട് ചക്രമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തത് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ പറയും സ്വന്തമായിട്ട് കൺഫേം ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കൺഫർമേഷൻ വരെ നമുക്ക് പറഞ്ഞു കൊടുക്കും. അല്ലാതെ വരുമ്പോൾ
അങ്ങനെ. അപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടിയിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങളുടെ ജേർണി ട്വിൻ ഫ്ലെയിം ആണ് നിങ്ങൾ തന്നെ കൺഫേം ചെയ്യുക. ഞാൻ എവിടെയും പോയിട്ട് ടാരോ റീഡിങ് ചെയ്തിട്ടല്ല കൺഫേം ചെയ്ത്. ഞാൻ ടാരോ റീഡിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ടാരോ റീഡിങ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ക്ലയൻസിനാണ് റീഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് വളരെ കുറവാണ്. കാരണം അതങ്ങനെയാണ്. നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ നോക്കില്ല. സോൾ പർപ്പസ് അല്ല, നമ്മൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാനാണ് നോക്കുക. മനസ്സിലായോ? ഞാനൊരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ സോൾ സിസ്റ്ററോട് ചോദിച്ചു, ഇങ്ങനെ ഈ സംഭവം എന്താ ചെയ്യുക? അപ്പോൾ എൻ്റെ സോൾ സിസ്റ്റർ പറഞ്ഞു, നിൻ്റെ കയ്യിലൊരു ടാരോ ഇരിക്കുന്നു, എനിക്ക് എടുത്ത് നോക്കിക്കൂടും. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ശരിയാണല്ലോ. അത്രയും പോലും ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വിട്ടുപോകും, അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ദയവ് ചെയ്ത് തേർഡ് പാർട്ടിയിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കാൻ മക്കളെ. തേർഡ് പാർട്ടിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജേർണി ഇങ്ങനെ നേരമാക്കി ഡിലേ ആയിട്ട് പോകും. തേർഡ് പാർട്ടി വരുന്നത് നിങ്ങളെ ഹീൽ ചെയ്യാനും നിങ്ങൾക്ക് ട്രിഗേഴ്സ് തരാനും നിങ്ങളെ DMനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു മോനോ അല്ലെങ്കിൽ നല്ലൊരു മെയിൽ അല്ലെങ്കിൽ നല്ലൊരു മാസ്കുലിൻ അല്ലെങ്കിൽ ഫെമിനിൻ ആക്കി തരാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. കാണുന്ന ജെൻഡർ അനുസരിച്ച് എടുക്കുക. അപ്പോൾ ഒരിക്കലും തേർഡ് പാർട്ടി ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻ ഹീൽ ആവില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങളിപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടായിട്ട് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ തേർഡ് പാർട്ടി ഇല്ല എന്ന് വിചാരിക്കുക. അവർക്ക് പെയിൻ കിട്ടാതെ ഒന്നും ലോജിക്കൽ സൈഡായിട്ടുള്ള മാസ്കുലിൻസ് മാറില്ല. അവർക്ക് നല്ല രീതിയിലുള്ള വേദനകളും ഇടികളും ലെസൻസ് കിട്ടിയാൽ മാത്രമേ അവർക്ക് മാറാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത്. ദയവ് ചെയ്ത് പുതിയ ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് റെയർ കണക്ഷനാണ്. ഇപ്പോൾ ഒരുപാട് പേര് സ്പിരിച്വൽ അവേക്കനിലൂടെ കടന്നു പോകുന്നത്. എന്താ പറയുക, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. സ്പിരിച്വൽ അവേക്കനിങ് ആൻഡ് ട്വിൻ ഫ്ലെയിം, സ്പിരിച്വൽ അവേക്കനിങ് രണ്ടിലും ഉണ്ടായിരിക്കും. പക്ഷേ സ്പിരിച്വൽ അവേക്കനിങ് മാത്രം ഉണ്ടെങ്കിൽ അത് ട്വിൻ ഫ്ലെയിം ജേർണി അല്ല, നിങ്ങളുടെ സോളിന് ഇവോൾവ്മെൻറ്റിന് വേണ്ടി വരുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. റീഡിങ്സും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വാട്സപ്പാണ് കേട്ടോ. കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ എന്തെങ്കിലും റീഡിങ്സിലോ മെഡിറ്റേഷനിലൊക്കെ ചെയ്യുന്ന സമയമായിരിക്കും. കോളിങ്സ് എടുക്കാനുള്ളൊരു ഇപ്പോൾ തന്നെ അങ്ങനെ കോളിങ്സിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, പിന്നീട് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ടാരോ കോഴ്സ് ഹീലിങ്സ് ഒക്കെയാണ് നടക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ തേർഡ് പാർട്ടിയിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കരിയറും ഫിനാൻസും ഇമ്പ്രൂവ്ഡ് ആണോ അതിലേക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഒരു റിയൽ സ്ത്രീ അല്ലെങ്കിൽ പേഴ്സണായിട്ട് വരും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ആൾക്കാർ വന്നോളും. അതിലൊന്നും ഫോക്കസ് ചെയ്യും. നാളത്തെ കാര്യം ആലോചിച്ച് ഫോക്കസ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ താങ്ക് യു.